തൃപ്പൂണിത്തുറ MLA കെ ബാബുവിനെ എറണാകുളം പ്രസ് ക്ലബ് ആദരിച്ചു. 6 തവണ തൃപ്പൂണിത്തുറ MLA ആയിരിക്കുകയും ഇനി മത്സരിക്കാനില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത കെ ബാബുവിനെ എറണാകുളം പ്രസ് ക്ലബ് അംഗങ്ങൾ ആദരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി ബാബുചേട്ടനും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡെപ്യൂട്ടിമാർ ദീപക് ജോയിക്കും പ്രസ് ക്ലബിന്റെ മുഴുവൻ ആളുകളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എറണാകുളം പ്രസ് ക്ലബ്ബ് ഭാരവാഹികളോടും നിങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. എറണാകുളം പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ സഹകരണം കെ ബാബു നൽകിയിട്ടുണ്ട് എന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപകുമാർ കർത്ത പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബിൽ ഒരു ആമുഖമോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തലോ വേണ്ട ആളില്ല. എന്നാൽ നമുക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനടക്കം അദ്ദേഹം അനിതര സാധാരണമായ ഒരു പാഠവും കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 91-ൽ തൃപ്പൂണിത്തുറയിൽ അട്ടിമറി വിജയത്തോടു കൂടി ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികൻ എന്നുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അക്കാര്യമൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഹൈക്കമാൻഡ് ഉൾപ്പെടെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ താനെടുത്ത തീരുമാനത്തിൽ പൂർണ്ണ സംതൃപ്തിയോടെ ഉറച്ചു നിൽക്കുകയാണെന്നും കെ ബാബു വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ യഥാർത്ഥം പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകണം എന്ന് എന്നോട് പാർട്ടിയിലെ നേതൃത്വത്തിലുള്ള മിക്കവാറും എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടു. ഇത്തവണ നിന്നാ ജയിക്കുമെന്നും ജയിച്ചാൽ ഗവൺമെന്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന സ്ഥാനങ്ങളെ കൂടി ഉറപ്പിക്കാമെന്നൊക്കെ എല്ലാവർക്കും നല്ല ധാരണയുള്ളൊരു സമയമാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷെ എന്നാലും എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ മാനസികമായിട്ട് ഞാൻ തയ്യാറല്ലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നോട് പാർട്ടിയിലെ എല്ലാ ഉന്നത നേതാക്കന്മാരും പറഞ്ഞു ഇത്തവണ മത്സരിക്കാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ്, അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷി, അങ്ങനെ എല്ലാവരും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത എല്ലാവരും തന്നെ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 2016-ലും 2021-ലും എന്റെ സ്ഥാനാർത്ഥിത്വം വളരെ വൈകി മാത്രമാണ് പ്രഖ്യാപിച്ചത്. കാരണം ഒരുപാട് തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു പലരും. അവസാനം ഞാൻ മത്സരിച്ചെങ്കിലും ഇത്തവണ ഒരു തർക്കമില്ലാതെ ആരോ പറഞ്ഞ പോലെ തളികയിൽ വെച്ച് തരുന്ന പോലെ തന്നാണ്. ഞാനില്ല എന്നുള്ളൊരു നിലപാടെടുക്കുകയായത്. എനിക്ക് ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. എപ്പോഴും എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തിയുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുത്തതെന്നുള്ളത്. എനിക്ക് സംതൃപ്തി നൽകുന്നൊരു തീരുമാനം തന്നെയാണ്. പുതിയൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ അവിടെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുപ്പിക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പത്രപ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ടായിട്ടും ബാർകോഴ അഴിമതി കേസിൽ മാധ്യമപ്രവർത്തകരുടെ ദാക്ഷിണ്യമില്ലാത്ത നിലപാടിൽ വിഷമമുണ്ടായെങ്കിലും അത് വ്യക്തിപരമായ ഒരു വിഷയമായി എടുത്തിട്ടില്ല എന്നും കെ ബാബു വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന ഘട്ടത്തിൽ ദീപക് ജോയിക്ക് വേണ്ടി താൻ നിലപാടെടുത്തതായും ബാബു പറഞ്ഞു. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്നാണ് നിങ്ങളുടെ നിഗമനം എന്ന മറുചോദ്യം കൊണ്ടാണ് കെ ബാബു നേരിട്ടത്. മുഖ്യമന്ത്രി ചർച്ചയിൽ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും അസംതൃപ്തരാണ് െങ്കിലും കോൺഗ്രസുകാരനായ ഒരാളായിരിക്കും മുഖ്യമന്ത്രിയെന്നും കെ ബാബു കൂട്ടിച്ചേർത്തു. തന്റെ കൂടെ നിന്നവർ കാര്യമായി സഹായിച്ചത് കൊണ്ടാണ് താൻ ഒരിക്കൽ തോറ്റതെന്നും ഈ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകാതെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും കെ ബാബു സൂചിപ്പിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി ഷാജിൽ ഉപഹാരം സമർപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് ഷാൾ അണിയിച്ചു. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി രാജ്മോഹൻ, സീനിയർ ജേർണലിസ്റ്റ് അസോസിയേഷൻ നിർവഹണ സമിതി അംഗം മാധവൻ, CICC ജയചന്ദ്രൻ എന്നിവരും സന്നിധരായിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.